ചെറുകഥ പ്രണയമഴത്തുമ്പികൾ. കഥ എഴുതിയത് മധു നിരഞ്ജൻ. വായിക്കുന്നത് ലേഖ. ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി നിന്നു. പുറത്ത് കാലം തെറ്റി ആർത്തലച്ച് പെയ്യുന്ന മഴ, നിന്നു പെയ്യുന്ന മഴനൂലുകൾ. ജയകൃഷ്ണൻ ട്രെയിനിൻ്റെ AC കമ്പാർട്ട്മെൻറ്റിലെ ഗ്ലാസ് ഇട്ട ജനലഴികളിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ണോടിച്ചു. ട്രെയിനിൽ നിന്നും തിരക്കിട്ടിറങ്ങുന്ന യാത്രക്കാർ. കോവിഡ് കാലമായതുകൊണ്ടാകാം സ്റ്റേഷനിൽ അധികം യാത്രക്കാരില്ല. അങ്ങിങ്ങായി കസേരകളിൽ ചിലർ ഇരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ഉള്ള ചെറിയ കടകൾ മിക്കതും അടഞ്ഞുകിടക്കുന്നു. കുറച്ചു മാറി ഒരു സിമന്റ് ബെഞ്ചിൽ ഒരു സ്ത്രീരൂപം. ജയകൃഷ്ണന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നെഞ്ചിലൂടെ ഒരു കൊള്ളിയാ മിന്നി. അതവളാണ്. വീണ്ടും ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹിച്ച തൻ്റെ മനസ്സിലെ മറക്കാത്ത സ്നേഹം. ഒരിക്കൽ സ്നേഹവും രതിയും തന്നിലേക്ക് നിറച്ച് തൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിയവൾ. രതിയുടെ വർണ്ണപ്രപഞ്ചം കാട്ടിത്തന്നവൾ. ഒരു മഴയിലൂടെ തന്നിലേക്ക് വന്ന് മഴയിലൂടെ ഇറങ്ങിപ്പോയവൾ. അവൾ ക്ലാര. ഊഷരഭൂമിയിലേക്ക് വേനൽ മഴയായി പെയ്തിറങ്ങിയ ക്ലാര. ക്ലാര മഴയുടെ രതിഭാവമാണ്. മേഘങ്ങൾ പൂത്തുലയുമ്പോൾ മനസ്സിലേക്ക് പറന്നിറങ്ങുന്ന ക്ലാര. മഴയുടെ മനസ്സായിരുന്നു ക്ലാരയ്ക്ക്. എവിടെ നിന്നോ ആരംഭിച്ച് എവിടെയോ പോയി മറയുന്ന മഴയുടെ പിടിതരാത്ത ഭാവങ്ങൾ. ജയകൃഷ്ണൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെ, ക്ലാര. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവളുടെ രൂപം മനസ്സിൽ നിന്നും മായില്ല. അതിനുശേഷം താൻ ഒരുപാട് അന്വേഷിച്ചു ക്ലാരയെ. എങ്ങും കണ്ടെത്തിയില്ല. തൻ്റെ ജീവിതത്തിൽ വന്ന 2 സ്ത്രീകൾ. ഒരാൾ ക്ലാര, മറ്റേത് തൻ്റെ ഭാര്യയായി കൈപിടിച്ചവൾ രാധ. രാധ തന്നെ തനിച്ചാക്കി ഈ ലോകത്തു നിന്നും വിട്ടുപോയിട്ട് ഇപ്പോൾ 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പലപ്പോഴും ഒരു കൂട്ടുവേണം എന്നാഗ്രഹിച്ചപ്പോൾ മനസ്സിൽ വന്നത് ക്ലാരയുടെ മുഖമാണ്. അവളെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കണ്ടുമുട്ടിയാൽ തന്നെ അവൾ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കുമെന്നും കരുതിയിരുന്നു. ഇതൊരു നിമിത്തമാണ്. അല്ലെങ്കിൽ പിന്നെ തിരിക്കൊച്ചി ഫ്ലൈറ്റ് മിസ്സാകുക. ഇന്ന് തന്നെ കൊച്ചിയിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ കയറി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വരിക. അതെ, ഇത് വിധിയാണ്. കാലം കാത്തുവെച്ച വിധി. ജയകൃഷ്ണൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി ക്ലാരയുടെ അടുത്തേക്ക് ചെന്നു. തന്നെ അവൾക്ക് മനസ്സിലാകുമോ? കാലം തന്നിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവൾ നരച്ച സാരി തലവഴിയിട്ടിട്ടുണ്ട്. മടിയിൽ ഒരു മുഷിഞ്ഞ ബാഗ് ഇരിപ്പുണ്ട്. കൺതടങ്ങളിൽ കറുപ്പ് വീണിട്ടുണ്ട്. അവൾ താഴേക്ക് നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്നതായി അവന് തോന്നി. അയാൾ അടുത്തു ചെന്നത് അവൾ അറിഞ്ഞില്ല. അവൻ പതുക്കെ വിളിച്ചു, ക്ലാര. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ശരീരം ഉലങ്ങി വിറച്ചു. അവൾ ആശ്ചര്യത്തോടെ അവനെ വിളിച്ചു, പൊന്നൂസ് കോൺട്രാക്ടർ? അതെ, ഞാൻ നിന്റെ പൊന്നൂസ് കോൺട്രാക്ടർ. അവളുടെ കണ്ണിലെ ആ പഴയ കുസൃതിയും വശ്യതയും ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ ആ തുടുത്ത കവിളിലും ചുണ്ടിലും നേരിയ കരിവാളിപ്പ് കാണാം. ക്ലാര, എങ്ങോട്ടാണ് യാത്ര? എന്താ ഇവിടെ? അവൾ ദയനീയമായി അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എങ്ങോട്ടെന്നറിയില്ല. ഇപ്പോൾ പോകാനിടമില്ല. ചിലപ്പോൾ ഈ സ്റ്റേഷനിൽ എൻ്റെ യാത്ര അവസാനിക്കാം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരായുഷ്കാലം അവൾ അനുഭവിച്ച വേദനകൾ ആ കണ്ണുകളിലൂടെ അവൻ അറിഞ്ഞു. ജയകൃഷ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചു. വേണ്ട ക്ലാര, നീ ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലാകും എല്ലാം. അവൻ അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് നടന്നു. അവന് വേണ്ടി റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഒരു മെഴ്സിഡസ് ബെൻസ് കാത്തു നിന്നിരുന്നു. ജയകൃഷ്ണൻ കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറി. കൂടെ ക്ലാരയും. ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. അപ്പോഴും ജയകൃഷ്ണൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. പുറത്ത് കാലം തെറ്റി പെയ്യുന്ന മഴയുടെ ആരവം. അതെ, അവർ പ്രണയമഴത്തുമ്പികൾ. അനശ്വരമായ പ്രണയം. നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രണയമഴത്തുമ്പികൾ. രചന മധു നിരഞ്ജൻ. വായിച്ചത് ലേഖ. എത്രയും പ്രിയപ്പെട്ട പത്മരാജൻ സാറിന് ഓർമ്മപ്പൂക്കൾ. ഒരു തലമുറയെ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ മാസ്മരിക ലോകത്തേക്കെത്തിച്ച, പ്രണയത്തിൻ്റെ രതിഭാവങ്ങൾ അത്രമേൽ തീവ്രമായി കാട്ടിത്തന്ന പത്മരാജൻ സാറിന് 1000 സ്നേഹപ്പൂക്കൾ.
നന്ദി. കഥ കേട്ട എല്ലാവർക്കും നന്ദി.